സകല ഐശ്വര്യങ്ങളുടെയും കവാടങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തുറന്നു കിട്ടണം. ഈ ഒരു ചെറിയ സൂറത്ത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഓതിയാൽ മതി എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. നമുക്ക് ഏതാ സൂറത്ത് എന്നൊന്ന് മനസ്സിലാക്കാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ഒന്ന് പരാതി പറയുകയാ, എനിക്ക് കുറെ കടങ്ങളുണ്ട് തങ്ങളെ, കുറെ പ്രയാസങ്ങളുണ്ട് തങ്ങളെ, എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം. നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ഉമർ തങ്ങൾ. മതി എന്ന അലിയാര് തങ്ങളും. ഏതാണ് ആ പരിഹാരം? നിനക്ക് മലയോളം കടമുണ്ടെങ്കിലും അത് മാറാൻ ഈ ഒരു ദുആ മതി എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പകർന്നു കൊടുത്ത ആ മഹത്തായ ദുആ നമുക്കൊന്ന് കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ പതിവാക്കാം, പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കബൂലാക്കട്ടെ. വന്നുപോയ വീഴ്ചകൾ, അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ള ജീവിതമാണ്, സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. സമാധാനം ഉണ്ടാകണം. സമ്പത്ത് കുറച്ചാണെങ്കിലും വലിയ ബംഗ്ലാവോ മണിമാളികകളോ കാറുകളോ അല്ലെങ്കിൽ വലിയ വസ്തുവകകളോ ഒന്നുമില്ലെങ്കിലും സമാധാനം ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഇതൊക്കെ ഉണ്ട്, വലിയ കൊട്ടാരങ്ങളുണ്ട്, മണിമാളികകളുണ്ട്, വലിയ ബംഗ്ലാവുകളുണ്ട്, അല്ലെങ്കിൽ വലിയ കാറുകൾ, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടാകണം, സ്വസ്ഥത ഉണ്ടാകണം, ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാകണം. റിസ്ക്, അള്ളാഹു നമുക്ക് നൽകിയ റിസ്കിൽ ആ കിട്ടിയതിൽ ബർക്കത്തും സന്തോഷവും ഉണ്ടാകണം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഈ ജീവിതത്തിലും ഇനി വരാനുള്ള നാളത്തെ ജീവിതത്തിലും ആഗ്രഹിക്കുന്നത്. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതിനുതകുന്ന ചില ദുആകൾ നമുക്ക് ഇന്ന് പഠിച്ചാലോ. ചില ദുആകൾ അത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുത്തെ പൊന്നാര മകൾ, ആ മകള് വന്നൊരു സഹായം ചോദിച്ചപ്പോൾ അവിടുത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ട്. അതുപോലെ തന്നെ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ ഈ കരളിന്റെ കഷ്ണത്തിന്റെ പ്രിയ ഭർത്താവാണ്, പ്രിയതമനാണ്. ആ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ അക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകുന്ന അമീറുൽ മുഅ്മിനീന്റെ അടുക്കലേക്ക് വന്ന് ആവലാതി പറയുകയും അവിടുന്ന് മുത്തുനബി തങ്ങളുടെ ചില കെലിമത്തുകൾ ആ അലിയാര് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിലൊരു വാക്കുകൂടെ പറഞ്ഞു, നിനക്ക് വലിയ മലകളോളം ബുദ്ധിമുട്ട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശരി, ഈ ദുആ മതി, നിന്റെ ആ പ്രതിസന്ധികൾ മുഴുവൻ അല്ലാഹു തആല വീട്ടി തരുമെന്ന്, അള്ളാഹു പരിഹരിച്ചു നൽകുമെന്ന് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച ഒന്ന് രണ്ട് ദുആയും ചേർത്ത്, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്വമുള്ള ചെറിയൊരു സൂറത്ത് ഒരു നിശ്ചിത സമയത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടങ്ങേറുകൾ വരൂല എന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന ആ ഒരു സൂറത്തും കൂടെ നമുക്കൊന്ന് പഠിക്കാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിങ്ങനെ ആവലാതി പറഞ്ഞു, നബിയെ, വല്ലാത്ത പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി, അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, കുടിസുകളെ പറ്റിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു, ആവലാതി പറഞ്ഞു. മുത്തുനബി തങ്ങളോട് വന്ന് പറയും. നമ്മളിപ്പോൾ ഉസ്താദുമാരോട് വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ കമന്റുകളായൊക്കെ രേഖപ്പെടുത്തുമ്പോൾ പല ആളുകളും ചോദിക്കും, ഉസ്താദുമാരോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ തങ്ങന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ സാധുക്കൾ ഇത് പറയുന്നത് ഞങ്ങളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഉസ്താദുമാരും തങ്ങന്മാരും എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ഈ പറയുന്ന മജ്ലിസുകൾ, ഇൽമു പറയുന്ന മജ്ലിസുകളിൽ ഒരു ചെറിയ ദുആ കിട്ടിക്കഴിഞ്ഞാൽ, ചെറിയൊരു ദുആ ചെയ്യുന്നവർ എത്ര മോശക്കാരാണെങ്കിലും അല്ലെങ്കിൽ പാപികളാണെങ്കിലും ഏതെങ്കിലും ഒരു മുഅ്മിൻ ആമീൻ പറഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ ആമീൻ പറഞ്ഞു, ആ സ്വാലിഹായ മനുഷ്യന്റെ ആമീൻ അല്ലാഹു കബൂലാക്കിയ ഈ ചെയ്ത ദുആഇന് ഇജാബത്ത് കിട്ടും. ആ ഒരു ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സാധുക്കൾ എന്ത് ചെയ്യുന്നത്, ഉസ്താദേ മക്കൾക്ക് സുഖമില്ല ദുആ ഇറക്കണേ, അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹം കൂടാൻ ദുആ ഇറക്കണേ, ജീവിതത്തിൽ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ ദുആ ഇറക്കണേ, മക്കൾ പരീക്ഷ എഴുതാണ് വിജയിക്കാൻ ദുആ ഇറക്കണേ, ഇങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നത്. അതും വന്നിട്ട് ഇവരോടാണ് ദുആ ഇറക്കാൻ പറയണോ? ഇവരല്ല ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി, അള്ളാഹു തന്നെയാണ് നൽകുന്നത്. ഉസ്താദുമാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ തങ്ങന്മാരോട് ചോദിച്ചാൽ അവർ നേരിട്ടെടുത്ത് കൊടുക്കല്ല, മറിച്ച് അവരും റബ്ബിനോട് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ആ ദുആഇന് ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മുഅ്മിനീങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹു നമ്മുടെ ദുആയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ഈ മനുഷ്യൻ വന്നിങ്ങനെ ആവലാതി പറയുക, നബിയെ, ഇങ്ങനൊക്കെ വിഷമങ്ങളുണ്ട്, ബേജാറുകളുണ്ട്, തങ്ങൾ എനിക്കൊരു പരിഹാരമാർഗം പറഞ്ഞു തരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു ദുആ,
അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത റിസ്കിൽ വിശാലത ഉണ്ടാകാൻ, തനിക്ക് കിട്ടിയതിൽ ബറക്കത്തുണ്ടാകാൻ, ഈ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, വിഷമങ്ങളൊക്കെ തീർന്ന് സന്തോഷമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനമുള്ള ജീവിതം കൈവരിക്കാൻ മുത്തുനബി തങ്ങൾ പ്രേരിപ്പിച്ച, പറഞ്ഞുകൊടുത്ത എല്ലാ സമയത്തും നിന്റെ ദുആഇന്റെ കൂട്ടത്തിൽ നീ ചൊല്ലാൻ മുത്തുനബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. എന്താണ് ദുആ? അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലാ കുല്ലി ഗായിബത്തിൻ ലീ ബിഖൈർ. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലാ കുല്ലി ഗായിബത്തിൻ ലീ ബിഖൈർ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൊല്ലി ശീലമാക്കാൻ പറ്റിയ ഒരു ദുആയാണ്. എപ്പോഴും ദുആ ഇറക്കുമ്പോഴും റബ്ബിനോട് ചോദിക്കാം, അല്ലാഹുവേ നീ എനിക്ക് നൽകിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്ന്. നമുക്ക് ഒരു മനുഷ്യനെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രയാസം, പ്രതിസന്ധി ഞാൻ എന്താന്ന് പറയട്ടെ, അവന്റെ ഹവയാണ്. ഹവ എന്താ? ദുരാഗ്രഹം. മലയാളത്തിൽ എന്ത് പറയും? ദുരാഗ്രഹം. അതായത് കിട്ടിയാലും മതിയാകാത്ത അവസ്ഥ. ഉദാഹരണം പറയാം. എനിക്കൊരു ചെറിയ വീടുണ്ട്. ഒരു 2 മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു ചെറിയ ഹാളും ഒരു സിറ്റ് ഔട്ടും ഒക്കെ ഉള്ള ഒരു ചെറിയ വീട് അള്ളാഹു എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇതുപോരാ എനിക്കൊരു ബംഗ്ലാവ് വേണം. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളവൻ അവൻ വലിയ വീട് വെച്ച്, അവൻ്റെ വീട്ടിൽ 5 മുറിയുണ്ട്, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്, അതുപോലെ തന്നെ 2 കിച്ചൺ ഉണ്ട്, ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, അല്ലാത്തൊരു കിച്ചൺ ഉണ്ട്, പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്, വലിയ ഡൈനിങ് ഹാൾ ഉണ്ട്, പുറത്തൊരു സിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സിറ്റ് ഔട്ട് തുടങ്ങി ബാൽക്കണി തുടങ്ങിയിട്ട് വലിയ സെറ്റപ്പുള്ള വീടാണ് അവനുള്ളത്. അതുപോലത്തെ ഒരു വീട് എനിക്കും വേണം. ഇതിനാണ് ഹവൻ നഫ്സ് എന്ന് പറയാം. അതായത് തനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ മുസീബത്താണ്. അള്ളാഹു ആ മുസീബത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി, നീ എനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ എന്ന്. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്താ ഗുണമെന്നറിയോ? അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും, അവന്റെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും. മറ്റുള്ളവനെ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരില്ല, വിഷമിക്കേണ്ടി വരില്ല. ഈ ദുആ പതിവാക്കിക്കോളി. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി. അത് മാത്രമല്ല, വബാരിക് ലീ ഫീഹി, ഈ നൽകിയത് എൻ്റെ ഈ ചെറിയ വീടാണ്, അല്ലെങ്കിൽ എൻ്റെ ചെറിയ ജോലിയാണ്, എനിക്ക് തുച്ഛമായ വരുമാനമാണ്, എൻ്റെ ചെറിയ കുടുംബമാണ്, ഈ നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇതാണ് ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ ചോദിക്കേണ്ടത്. അതുമാത്രമല്ല, വഖ്ലുഫ് അലാ കുല്ലി ഗായിബത്തിൻ ലീ ബിഖൈർ, എന്നിൽ നിന്ന് നശിച്ചുപോയ, ഇല്ലാതെയായി പോയ, എന്നിൽ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെ സംഗതികളുണ്ടോ, എന്തൊക്കെ വിഷയങ്ങളുണ്ടോ. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് അല്ലേ? പല ആളുകളും എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചൊരു വിഷയമാണ്, ഉസ്താദേ ജോലി നഷ്ടപ്പെട്ടു പോയി, ഉണ്ടായിരുന്ന ജോലി പോയി, അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയി, ഇന്റർവ്യൂവിന് പരാജയപ്പെട്ടു പോയി, ഇങ്ങനെ തുടങ്ങി നഷ്ടം സംഭവിച്ച, ഈ അടുത്ത് സ്വർണം കളഞ്ഞുപോയി, എത്രയോ പവന്റെ മാല കളഞ്ഞുപോയി എന്ന് പറഞ്ഞൊരു സഹോദരി ദ്വാരക്കാൻ ഏൽപ്പിച്ചു. ഇങ്ങനെ പല ആളുകളും ദ്വാരന്നോളി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഖൈറായതിനെ എനിക്ക് നീ പകരം നൽകണേ അല്ലാഹ്. ഈ ഒരു ദുആഇനെ മോനെ നീ അധികരിപ്പിച്ചോളാം. മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത ദുആയിൽ മഹത്തായ ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലാ കുല്ലി ഗായിബത്തിൻ ലീ ബിഖൈർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര എളുപ്പമുള്ള ദുആയാണ്. എന്താണ് അതിന്റെ വലിയ ആശയസാരം? ഇൻഷാ അല്ലാഹ് ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ തന്നെ ഇത് മഹത്തായ ഒരു ദുആയാണല്ലോ. ഇതുപോലെ മഹാന്മാർ പഠിപ്പിച്ച മറ്റൊരു ദുആയും കൂടാണ് അടുത്തത് പറയുന്നത്. എന്താണ്? യാ മുഖീലൽ അസറാത്ത് യാ ഖാദിൽ ഹാജാത്ത് ഇഖ്ളി ഹാജതി വഫർരിജ് കുർബതി വർസുഖ്നി മിൻ ഹൈസു ലാ അഹ്തസിബു. എങ്ങനെ? 1-2 വരിയേ ഉള്ളൂ. നമുക്ക് സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും. എങ്ങനെയാ ചൊല്ലേണ്ടത്? യാ മുഖീലൽ അസറാത്ത്, യാ മുഖീലൽ അസറാത്ത് എന്നാണ് എൻ്റെ അർത്ഥം. അസറാത്തുകൾ, കേടുപാടുകൾ, കുറ്റങ്ങൾ അല്ലെങ്കിൽ പോരായ്മകളൊക്കെ പരിഹരിക്കുന്ന, നീക്കം ചെയ്യുന്ന അല്ലാഹ്. എനിക്ക് കുറേ പോരായ്മകളുണ്ട്, മോശത്തരങ്ങളുണ്ട് ജീവിതത്തിൽ, അതൊക്കെ പരിഹരിക്കുന്ന യജമാനനായ റബ്ബ്. യാ ഖാദിൽ ഹാജാത്ത്, ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു നൽകുന്നവനായ അല്ലാഹ്, ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായ അല്ലാഹ്. ഇഖ്ളി ഹാജതി, എന്റെ ആവശ്യം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഖൽബിലുണ്ടാകണം ചിന്ത, എന്റെ മകളെ കെട്ടിക്കണം, എനിക്ക് നല്ല ജോലി വേണം, എന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകണം, നല്ല കുടുംബം വേണം, നല്ല വീട് വേണം, എന്താണോ ആവശ്യം അത് ഖൽബിൽ ഉണ്ടാകണം. ആ ഖൽബിലുള്ളതോടുകൂടി ചോദിക്കുക, ഇഖ്ളി ഹാജതി, അല്ലാഹുവേ എന്റെ ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. വഫർരിജ് കുർബതി,
എൻ്റെ പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ലാ, വിഷമങ്ങളിൽ നിന്നും മോചനം നൽകണേ അല്ലാ. വർസുഖ്നി മിൻ ഹൈസു ലാ അഹ്തസിബു, എനിക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നീ റിസ്കുകൾ അധികരിപ്പിച്ച് നിന്റെ റിസ്കിന്റെ കവാടങ്ങൾ തുറന്നു തരണേ അല്ലാ. ഞാൻ ഉദ്ദേശിക്കാത്ത, ഞാൻ ചിന്തിക്കാത്ത ഭാഗത്തിലൂടെ നീ എനിക്ക് എന്ത് ചെയ്യണമല്ല, നിന്റെ റിസ്കിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ല. ഈ ആശയം വരുന്ന ഈ ദുആഇനെയും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ് എന്ന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മഹത്തായ ഒരു ദുആയോട് പറഞ്ഞുതരാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, എനിക്ക് കുറേ വിഷമങ്ങൾ പറയാനുണ്ട്. അതാണ് നബിതങ്ങളുള്ളപ്പോൾ നബിതങ്ങൾ അടുക്കൽ വന്ന് പറഞ്ഞു. അതിനുശേഷം നബിതങ്ങളുടെ കാലശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളായിരുന്നു അമീറുൽ മുഅ്മിനീൻ, അവിടുത്തെ അടുക്കലേക്കും വന്ന് പറഞ്ഞു. അതിനുശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ തങ്ങളൊന്ന് ദ്വാരക്കണം, ഒരു മാർഗം പറഞ്ഞു തരണം. ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ആരാ വന്നത്? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം മഹാനായ അലിയാര് തങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണ്ഡിതനാണ് തന്റെ അമീറിന്റെ അടുക്കലേക്ക് വരുന്നത്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ഉമർ തങ്ങളെ, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ഉമർ തങ്ങളെ. എൻ്റെ പ്രയാസങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണേ ഉമർ തങ്ങളെ, എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരണേ ഉമർ തങ്ങളെ. നബി തങ്ങൾ, മഹാനായ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന, എൻ്റെ വകയായിട്ടല്ല, മറിച്ച് മുത്ത് നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ചില കലിമത്തുകൾ ഞാൻ പഠിപ്പിക്കട്ടെ മോനെ അലിയെ, നിനക്ക് കുറച്ച് കലിമത്തുകൾ, വചനങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? ചോദ്യമാണ്. എനിക്ക് കുറച്ച് കലിമത്ത് ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ വകയായിട്ടല്ല, മറിച്ച് അല്ലമനീഹിന്ന റസൂലുള്ള, അത് പഠിപ്പിച്ചെന്ന ആരാ? എനിക്ക് മുത്ത് നബി തങ്ങളാ, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് പറയാണ്, ഇത് ലൗ കാന അലൈക മിസ്ല ജബലി സഗീരിൻ ദനാനീർ ലഅദാഹു അല്ലാഹു അൻക, നിനക്ക് പർവ്വതങ്ങളോളം ബാധ്യതകൾ, ദീനാറുകളുടെ ബാധ്യതകൾ നിന്റെ മേലുണ്ടെങ്കിലും ശരി, ലഅദാഹു അല്ലാഹു അൻക, അല്ലാഹു നിന്നെ തൊട്ട് അത് വീട്ടിൽ തരുന്നിട്ട്, അല്ലാഹു അതങ്ങ് വീട്ടിൽ തരും നിന്നെ തൊട്ട്. പിന്നെ അത് എന്ത് ചെയ്യൂല, നിനക്കത് ബാധ്യതയായി തോന്നൂല, റബ്ബ് ഏറ്റെടുക്കുമെന്ന്, അള്ളാഹ് ഏറ്റെടുക്കുമെന്ന്. ആര് പറഞ്ഞു കൊടുക്കുക? മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട്? അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളോട്. ഏതാണെന്ന് അറിയുമോ? നമുക്കൊക്കെ അറിയുന്ന ഒരു ദുആയാണ്. പക്ഷേ അതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമ്മൾ പഠിക്കാതെ, മനസ്സിലാക്കാതെ പോയതുകൊണ്ട് നമ്മൾ ദുആന്റെ കൂട്ടത്തിൽ പലപ്പോഴും അത് ഉൾപ്പെടുത്താറില്ല. എന്നാൽ ഈ വീഡിയോ കേൾക്കുന്നത് മുതൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദുആയിലൊക്കെ ഈ ദുആയിനെയും കൊണ്ടുവരിക. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. ഏതാ? اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. ഒന്നുകൂടെ, اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. ഒന്നോ രണ്ടോ വരിയേ ഉള്ളൂ, ഒന്നോ രണ്ടോ വരി മാത്രമേ ഉള്ളൂ. اللهم اكفني بحلالك عن حرامك, റബ്ബേ നീ എനിക്ക് നിന്റെ ഹലാലായ മാർഗം കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ, മതിയാക്കണേ അല്ലാ, ഹറാമിനെ തൊട്ട് നീ എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ, ഹറാമ് മാറ്റിയിട്ട് ഹലാലായത് എന്നിലേക്ക് അടുപ്പിച്ച് നൽകണേ അല്ലാ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, വഅഗ്നിനി ബിഫദ്ലിക, നിന്റെ ഫദ്ല് കൊണ്ട് നീ എനിക്ക് എന്ത് ചെയ്യണം റബ്ബേ? ഗിന, ഐശ്വര്യം നൽകണേ അല്ലാ, ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നീ അല്ലാതെ അത് നൽകുന്നവൻ വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. അപ്പൊ നീ എനിക്കത് നൽകണേ എന്ന് മഹാനായ അലിയാര് തങ്ങളോട് ഉമർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ ദുആ പറഞ്ഞോളാൻ, ഈ ദുആ പതിവാക്കിക്കോളാൻ മഹാനായ ഉമർ അലിയാര് തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടി, എൻ്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടി, ഞാൻ ആ ദുആ പതിവാക്കിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തും ഐശ്വര്യവും കടന്നു വരാൻ തുടങ്ങിയെന്ന്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര എളുപ്പമുള്ള ദുആയാണ്. ഇനി ഫാത്തിമ ബീവി ഈ അലിയാര് തങ്ങളുടെ ഭാര്യയാണ്. അതിനു മുമ്പ് മുത്തുനബി തങ്ങളുടെ പ്രിയ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമത്തു ഖിത്അതു കബ്ദി, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന്. എൻ്റെ കരളിന്റെ കഷ്ണമാണ് ബീവി ഫാത്തിമ. മുത്തുനബി തങ്ങളുടെ കരളിന്റെ കഷ്ണം. നബി തങ്ങളുടെ അടുക്കൽ വന്ന ആവലാതി പറയാൻ, നബിയെ എനിക്കൊരു ഖാദിമിനെ നൽകണം, എൻ്റെ കയ്യിൽ ഗോതമ്പാട്ടിയിട്ട് വല്ലാതെ തഴമ്പു വന്ന് പൊട്ടുന്നു നബിയെ, എനിക്ക് സഹായത്തിനൊരു ഖാദിമിനെ നൽകണം, സഹായത്തിനായി ഒരു ഖാദിമിനെ നൽകണം നബിയേ എന്ന് ഉപ്പാനോട് വന്ന് പറയുക. നബി തങ്ങൾ പറഞ്ഞെന്താ? തരാന്നല്ല, മറിച്ച് മോളെ കൂലി നീ പറയണം. നീ എന്ത് ചെയ്യാ? നിന്റെ ജീവിതത്തിൽ നീ പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്ഇ വ റബ്ബൽ അർശിൽ അദീം റബ്ബുനാ വ റബ്ബു കുല്ലി ഷൈഇൻ അൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ മുനസ്സിലുത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ
ഫാലിഖുൽ ഹബ്ബി വന്നവാ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അന്ത ആഖിദും ബിനാസിയതിഹി അന്തൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഉൻ വഅന്തൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ ഇഖ്ളി അന്ന അദ്ദൈന വഗ്നിനാ മിനൽ ഫഖർ. അർത്ഥവത്തായ ദുആയാണ്. മുത്തനബി തങ്ങൾ തന്റെ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വലിയ ദുആയാണ്, എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് നോക്കി ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലിയാൽ മതി. നോക്കി ചെല്ലിയാൽ മതി. കാണാതെ പഠിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കേട്ട് 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 നമ്മൾ ആ ദുആഇനെ ഒന്ന് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ റബ്ബസ് സമാവാതിസ് സബ്ഇ വറബ്ബൽ അർശിൽ അദീം. ആകാശഭൂമികൾ, ഏഴാകാശങ്ങളുടെ റബ്ബായ അല്ലാഹ്, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, റബ്ബുനാ വറബ്ബു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ഞങ്ങളെ മാത്രം പടച്ചവനല്ല, മറിച്ച് ഈ ലോകത്തുള്ള സർവ്വതും പടച്ചു പരിപാലിക്കുന്നവനായ റബ്ബേ. അന്തല്ലാഹിറു, നീ എല്ലാം പ്രകടമായവനാണ്, നീ എല്ലാം നിനക്ക് പ്രകടമാകുന്നവനാണ്, സർവ്വതിലും നീയും പ്രകടമാകുന്നവനാണ്. ഫലൈസ ഫൗഖക ഷൈഉൻ, നിന്റെ മേൽ ഒരു അധികാരിയുമില്ല അല്ലാ, നിന്റെ മേലൊരു വ്യക്തികളും ഇല്ല റഹ്മാനേ. വഅന്തൽ ബാത്തിൻ, നീ ബാത്തിനായവനാണ്, ഉള്ളറിയുന്നവനാണ്, നീ ഉള്ളിലൊതുങ്ങിയവനാണ്. ഫലൈസ ദൂനക ഷൈഉൻ, നിന്റെ പിന്നിലാരുമില്ല അല്ലാ, നിന്റെ മുകളിലോ പിന്നിലോ വലത്തോ ഇടത്തോ ഒരാൾക്കും അവസരമില്ല, നീ ഏകനാണ്. മുനസ്സിലുത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ, പരിശുദ്ധ ഖുർആനും തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഇറക്കിയവനായ റബ്ബാണ്. അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അന്ത ആഖിദും ബിനാസിയതിഹി, സർവ മുസീബത്തുകളെയും പിടിച്ചുകെട്ടുന്നവനാണല്ലോ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, സർവ ഇടങ്ങേറുകളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാഹ്. അന്തൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈഉൻ, നീയാണ് ആദ്യമുള്ളവൻ, നിന്റെ മുമ്പൊന്നുമില്ല അല്ലാഹ്. വഅന്തൽ ആഖിർ ഫലൈസ ബഅദക ഷൈഉൻ, നീയാണ് ഇനി അവസാനമുള്ളവനും, നിനക്ക് ശേഷവും ഒന്നില്ല അല്ലാഹ്. നിനക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല, നിന്റെ മുന്നിലാരുമില്ല പിന്നിലാരുമില്ല, നീ ഏകനായ റബ്ബാണ്. ഇഖ്ളി അന്നദ്ദൈൻ, ഞങ്ങളെ തൊട്ട് കടങ്ങൾ വീട്ടണേ അല്ലാഹ്. വഗ്നിനാ മിനൽ ഫഖർ, ഞങ്ങളെ നീ ഫഖറിനെ തൊട്ട് ഐശ്വര്യമാക്കണേ അല്ലാഹ്, ദാരിദ്ര്യത്തിൽ നിന്നും ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഈ ആശയം വരുന്ന ദുആ മുത്തുനബി തങ്ങൾ തങ്ങളുടെ മകൾക്ക് കൊടുക്കുക, മകളായ ഫാത്തിമ ബീവിക്ക് കൊടുക്കുക. മോളെ, ഇത് പതിവാക്കിക്കോ, നിനക്ക് വേറെ ഖാദിമിനെ കിട്ടുന്നതിനേക്കാളൊക്കെ ഉഷാറാണ്, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത് മതിയായതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല ഇടങ്ങേറുകളും മുസീബത്തുകളും നീ നീക്കി തരണേ അല്ലാഹ്. ഈ 4 ദുആഇനെ ജീവിതത്തിൽ പതിവാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എല്ലാം കൂടെ പതിവാക്കണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായത്, ഏറ്റവും ഉത്തമമായതെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദുആഇനെ സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ കൂട്ടത്തിൽ ഇനി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത്, എപ്പോൾ കയറിയാലും മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുക, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ടൊരു സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും പാരായണം ചെയ്താൽ ഹീന യദ്ഖുലു മൻസിലഹു, അവന്റെ വീട്ടിലേക്ക് അവൻ കടക്കുന്ന സമയം, അവന്റെ വീട്ടിലേക്ക് അവൻ പ്രവേശിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസിനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ടും അവന്റെ അഹ്ലുകാരെ തൊട്ടും ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ്, ദാരിദ്ര്യത്തെ നീക്കി കളയുന്നതാണ്. ആ വീട്ടിലേക്ക് പിന്നെ ദാരിദ്ര്യം വരില്ല, ആ കുടുംബത്തിലേക്ക് ദാരിദ്ര്യം വരില്ല. മനസ്സിലായോ? നബിതങ്ങൾ പറഞ്ഞാണിത്, അൻ അഹ്ലി ദാലിക്കൽ മൻസിൽ, ആ വീട്ടിൽ താമസിക്കുന്നവന്റെ അഹ്ലുകാർ, ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നവരുണ്ടോ ആ അഹ്ലുകാർക്കൊന്നും എന്ത് ചെയ്യൂല, ദാരിദ്ര്യം കടന്നു വരൂല. അത് മാത്രല്ല, വൽ ജീറാൻ, അവന്റെ പരിസരത്ത് താമസിക്കുന്നവർക്കും ദാരിദ്ര്യം ഉണ്ടാവൂല. അവൻ കാരണം, ആ വ്യക്തി കാരണം, അവള് കാരണം, ആ വ്യക്തി കാരണം അവരുടെ സമൂഹത്തിൽ പരിസരത്ത് ജീവിക്കുന്നവർക്ക് പോലും ദാരിദ്ര്യം അള്ളാഹു കൊടുക്കൂല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ, ഖൈറിലാകാൻ, സന്തോഷത്തിലാകാൻ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കണം. വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ബിസ്മി ചൊല്ലിയതിന് ശേഷം നമ്മളൊരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, ഒരു ആയത്തുൽ കുർസിയൊക്കെ ഓതുക. വലിയ ബറക്കത്താണ് വീട്ടിലുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞ ദുആ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക, ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു മരണം വരെ നിലനിർത്താനും അത് കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇടങ്ങേറുകളൊക്കെ തട്ടിമാറി ഐശ്വര്യവും സമാധാനവുമുള്ള ജീവിതവും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.